ഏത് ഇബാദത്ത് ചെയ്താലും അതിന് ശേഷം ഒരു റിയാ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കും. അതുകൊണ്ടാണ് ചിലര് ഫോണ് എടുത്തിട്ട് അല്ലാഹ് മിസ് കോൾ ഉണ്ടല്ലോ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. അബീബേ ഞാനേ നിങ്ങൾ നേരത്തെ വിളിക്കുമ്പോൾ ഖുർആൻ ഓതുകയായിരുന്നു. അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ഒരാവശ്യമില്ല. എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്? അത് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ കാര്യം? എന്താ അതിന്റെ കാര്യം എന്താ? പിന്നെ വോയിസ് വായിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടൊക്കെ അല്ലേ കഴിഞ്ഞ റമദാനിൽ 8 ഖത്ബ് തീർക്കി. ഈ പ്രാവശ്യം 6 ആയിട്ടുള്ളൂ. 8ഉം 6ഉം എത്രയും കണക്കൂട്ടാൻ അറിയില്ലേ? പോയി എന്ന് പറയാൻ വേണ്ടിട്ടാണ്. എന്തിന്? എന്താ അതിനെ കൊണ്ട് കാര്യം? റിയാ ഇട്ട് എനിക്ക് ഉസ്താദിന്റെ അന്നത്തെ പ്രസംഗം കേട്ടതിന് ശേഷം റിയാ ഇല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെയും അമല് പോയി, കേട്ടാളിയും പോയി എന്നർത്ഥം. റിയാ ഇല്ല എന്ന് തോന്നൽ ഒരു റിയാ ആണ്. ഞാൻ എപ്പോഴും റിയാന്റെ ആളാണോ എന്ന് ചിന്തിക്കണം എന്നുള്ളതാണ് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു പഠിപ്പിക്കുന്നത്. ഞാൻ റിയാന്റെ ആളാണോ എന്ന് പേടിക്കണം എന്നാണ്. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആരെങ്കിലൊക്കെ പുകഴ്ത്തിയാൽ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് കരയും. റിസാലത്തുൽ ഖുശൈരിയിൽ കാണാം. എന്തിനാ കരയണത്? അള്ളഹാനോട് പറയും, എൻ്റെ ഉള്ളറിയാത്തോണ്ട് അവരെന്നെ പുകഴ്ത്തുന്നു, എൻ്റെ ഉള്ളു നിനക്ക് ശരിക്കറിയാം, അവർ പുകഴ്ത്തിയ കൊണ്ടൊന്ന് എന്നെ പിടിച്ച് ശിക്ഷിച്ചേക്കല്ലേ എന്ന്. സിദ്ദീഖ് അങ്ങക്ക് അങ്ങനെ ഉള്ളും പുറവും വേറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യൻ ഈ ലോകത്താരെ ഉള്ളത്? സിദ്ദീഖ് തങ്ങൾ പോലും പേടിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് മുനാഫിക്കാണോ ഞാൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റ് നോക്കാൻ ഹുദൈഫ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു ആ ലിസ്റ്റിലൊന്നും നിങ്ങളെ പേരില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? ഹദ്ദിദിൻ നളർ, ശരിക്കും നോക്കുമോ ഞാൻ ഉണ്ടെങ്കിലോ എന്ന്. എപ്പാ പറയുന്നത്? വഫാത്തിന്റെ തൊട്ടു മുമ്പ് സുബഹ നിസ്കാരത്തില് കുത്തേറ്റിട്ട് കൊടുക്കുന്ന പാലൊക്കെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോ അതിങ്ങനെ അടക്കി പിടിച്ചിട്ടാ ചോദിക്കണത്, ഞാൻ മുനാഫിക്കാണോ നോക്കുമോനെ. നമുക്ക് പേടി വേണം. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം. ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ? ഞാൻ ആൾക്കാരുടെ പുകഴ്ത്തൽ കിട്ടാൻ വേണ്ടിയാണോ ഈ കളിയൊക്കെ കളിക്കണത് എന്നൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ഏത് അമലും പൊളിക്കുക എന്നല്ലാതെ ഇബ്ലീസിന് വേറൊറ്റ താല്പര്യമില്ല. ഇബ്ലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതിയുടെ പ്രയോഗം തന്നെ കളവ് പറയലാണ്. കളവ് പറയും. ഇബ്ലീസിന്റെ മെയിൻ ആയുധം കളവ് പറയലാണ്. ഈ കളവ് പറയൽ അവസാനിക്കൽ പരലോകത്തെത്തിയാൽ മാത്രമാണ്. പരലോകത്തെത്തിയാൽ ഇബ്ലീസ് കളവ് പറയൽ നിർത്താൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇബ്ലീസിനെ പിഴപ്പിക്കാനുള്ള ചാർജ് ഇന്ധനം കഴിഞ്ഞ്, അത് മൂപ്പരുടെ മരണം വരെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇനി ചാർജില്ല. രണ്ടാമത്തത്, ഇനി പഴപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ, റിസൾട്ട് വന്നല്ലോ, ഇനി മാറി റിസൾട്ട് വരില്ല. റിസൾട്ട് വന്നു, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. ഇനി ആരും പ്രത്യേകിച്ച് പഴപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതാണ് കാര്യം. കളവ് പറഞ്ഞ് പറ്റിക്കും ഇബ്ലീസ്. എങ്ങനെയെങ്കിലും കളവ് പറഞ്ഞ് പറ്റിക്കും. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തുനിന്ന് പഴം പറിച്ച് നിന്നാൻ വേണ്ടി ഇബ്ലീസ് പ്രയോഗിച്ച പ്രയോഗം എന്താ? ദാ ഞാനൊരു നാസിഹ ആയതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയണതാ, എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും താല്പര്യമില്ല. കണ്ടോ കണ്ടങ്ങള്? ആദ്യ നബിയോട് ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ചങ്ങായി പ്രയോഗിച്ച ടേം തന്നെ, ഞാൻ നാസിഹാണെന്നാ, ഞാൻ നിങ്ങൾക്ക് ഗുണം ആഗ്രഹിച്ചു പറയുന്നതാണ്. സ്വർഗത്തുനിന്ന് ഇബ്ലീസിനെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് അള്ളഹാനോട് എന്താ ചങ്ങായി പറഞ്ഞത്? ലൗവിയന്നഹും, ഞാൻ പഴപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പഴപ്പിച്ചിരിക്കും. വലതും ഇടതും ബേക്കിലും മുമ്പിലൊക്കെ മനുഷ്യന്മാരെ പഴപ്പിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാവുന്നു. ഇങ്ങനെ പറഞ്ഞ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഒരു ബുദ്ധിമാനും ഒഴിവാവൂല. അയാൾ എപ്പോഴും ബുദ്ധിമാനാണെങ്കിൽ ജാഗ്രത ഉണ്ടാകുമെന്ന് ഇൽഹാറു സിദ്ഖി വൽ മവദ്ദ ഫീ ശർഹി ഖസീദത്തിൽ ബുർദയിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇബ്ലീസ് പിന്നെ ചതിക്കുന്ന ഒരു ചതി, ഈ റിയാവും ഇല്ല എന്ന് കണ്ടാൽ എങ്ങനെയെങ്കിലും അത് ചതിക്കണം എന്ന് കണ്ട് 4 പ്രയോഗങ്ങൾ നടത്തിയിട്ട് ഇല്ലെങ്കിൽ ഒരു അർദ്ധ യുക്തിവാദത്തിലേക്ക് ഇബ്ലീസ് എത്തിക്കും. ഒരു അർദ്ധ യുക്തിവാദത്തിലേക്ക്. അതെങ്ങനെ? കുറെ എത്തിസത്തിന്റെ വീഡിയോസ് എല്ലാം കാണുന്ന നമുക്ക് ഇത് വേഗം ഉണ്ടാവും. അതെങ്ങനെ എത്തിക്കുക? മൂപ്പരിക്ക് ഇബ്ലീസ് തോന്നിപ്പിക്കും, ഞാൻ ഒന്നുകിൽ സ്വർഗത്തില് അല്ലെങ്കിൽ നരകത്തില്. സ്വർഗത്തിലാണെങ്കിൽ ഇത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. നരകത്തിലാണ് എന്റെ സീറ്റ് ഉറപ്പായതെങ്കിൽ ഈ ഇബാദത്ത് കൊണ്ടൊന്നും കാര്യമില്ല. ഒരു അർദ്ധ യുക്തിവാദത്തിലേക്ക് പതിയെ എത്തിക്കും.
അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോട് അമല് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞു, അത് ചെയ്യാത്ര തന്നെ. സ്വർഗാണോ നരകാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ്. അള്ളാഹിന്റെ പണിയും നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല, അള്ളാഹ് എടുത്തോളൂ. അങ്ങനെ ചില ആള് അള്ളാഹിന്റെ പണിയും മലക്കള പണിയെല്ലാം ഇപ്പൊ അടുത്ത് ചില ആൾ എടുക്കും. സ്വലാത്ത് റൗലയിൽ എത്തിക്കേണ്ട പണിയെല്ലാം ചില ആൾ ഏറ്റെടുത്തിട്ട് കാണാം. അത് മലക്കള് നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ആളാണ്, ഓരെത്തിച്ചോളൂ, ഓരെത്തിച്ചോളൂ. ആശിക്കീങ്ങളെ സ്വലാത്തുമായി ഞാൻ മദീനയിലെത്തിന്ന് സ്റ്റാറ്റസ് എടുത്താണ് ചിലര്. വൃത്തികേട് കളിക്കരുത്, ആരെയും കാണിക്കാൻ ഒന്നും ചെയ്യരുത്. ശരിക്കും മദീനയിലെത്തിയാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് പേടി, നാണക്കെട്, ഇത് രണ്ടും ഉണ്ടാവേണ്ടതെന്ന് ഇമാം ഷാറാനി അള്ളാന്റെ ബഹജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. ശരിക്കും റൗള ഷെരീഫിന്റെ അടുത്തെത്തിയാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും നാണക്കേടും വേണം. എന്താ വേണ്ടത്? മെയിനായിട്ട് ഞാൻ ഈ മദീനയിൽ നിൽക്കാൻ അർഹനല്ലല്ല റബ്ബേ എന്ന പേടി വേണം. തങ്ങള് റൗളയിൽ നിന്ന് തങ്ങളെ കൈ നീട്ടിത്തരുമോ എന്ന് ചോദിക്കൽ തന്നെ അതവേടാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മഹാന്റെ ചോദ്യം ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫമഹ്മൂലുൻ, നീ അതിനെക്കുറിച്ച് വായിക്കേണ്ടത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നറിയോ? ഷെറാനിമ പറയാം, എന്താ വായിക്കേണ്ടതെന്നറിയോ? അഹ്മദ് മോന് റൗളയിൽ എന്നെ കാണാൻ വരുന്നുണ്ടല്ലേ, വന്നാൽ എന്റെ കൈ ചോദിക്കണമെന്ന് അവിടുന്ന് പെർമിഷൻ കൊടുത്തവരാണ് ചോദിച്ചത്. നമ്മളെ പോലത്തെ ടീം എന്തിനാ അവിടെ പോയിട്ട് എന്തേലും കളിക്കണത്? നമ്മൾ ആരാ? രണ്ട് പാട്ട് എഴുതുമ്പോഴേക്ക് പാടുമ്പോഴേക്ക് നമ്മൾ ആരെങ്കിലും ആവൂ? നമുക്ക് മദീനയിൽ നിൽക്കാൻ അർഹത ഉണ്ടോ? മദീന നാടിന്റെ പവർ എത്ര! ഞാൻ മദീനയിലാ ഉള്ളത്, നിനക്കെതിരെ ഞാൻ ദ്വാരക്കും. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആലോചിച്ചു, തങ്ങൾ കാര്യമായിട്ട് മദീനയിൽ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് ആർക്കും എതിരെ ദ്വാരക്കരുത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ മാർക്കറ്റിങ്ങിന് മദീനയും ഇഷ്കും മഹബത്തൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ വേറെന്തെങ്കിലും ഒരു താല്പര്യത്തിലാണോ ഉപയോഗിക്കുന്നത് എന്ന പേടി വേണം. വിശേഷിച്ച് ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ചെയ്താൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ഖൽബ് മരിച്ചു പോകുമെന്ന് ഇമാം ഷെഹറാനി റഹിമഹുല്ല തന്നെ തൻ്റെ തബ്ബീഹുൽ മുഅ്തരിനിൽ പറയുന്നുണ്ട്. ഒരു ദുരുദ്ദേശം നമുക്ക് അമലുകളിൽ ഉണ്ടാവരുത്. നിങ്ങളെന്താ അവരുടെ മയ്യത്തുസ്കാരത്തിന് വരാതിരുന്നത് എന്ന് വെച്ചപ്പോ സൂഫിയാക്കൾ പറയും, എനിക്കെന്തോ ഒരു ഖൽബൊന്നും നന്നായി കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് പങ്കെടുക്കാതിരുന്നത്. അവരത്രയും ശുദ്ധമായ ഹൃദയം, അവരങ്ങനെ. ഈ ഇബ്ലീസിന്റെ ചതികളിൽ നമ്മൾ പഠിച്ചാൽ അടുത്ത പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. എന്റെ പ്രസംഗം ദീർഘിപ്പിക്കാല്ല. അതെന്താ? ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വരുന്ന ഡോറുകളുണ്ട്, അതും ക്ലോസ് ചെയ്യണം. അത് ഇഹ്യാ ഉലൂമുദ്ദീനിൽ തന്നെ ഉണ്ട്. മദാഖിലു ശൈത്താൻ എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ ഉണ്ടല്ലോ. അത് വിശദമായി പറയല്ല, അതിനൊന്ന് സോർട്ട് ചെയ്ത് പറയാം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കോട്ട പോലെയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഇബ്ലീസും അനുയായികളുടെ പേര് ഷയാത്വീൻ, ഉപ്പാപ്പയുടെ പേര് ഇബ്ലീസ്. ഇവര് എങ്ങനെയെങ്കിലും തക്കം പാർത്തിരുന്ന് കയറാൻ നോക്കും. ഒരു ചെറിയ ലൂപ്പ് ഹോള് കണ്ടാൽ, ഒരു ഗ്യാപ്പ് കണ്ടാൽ കയറൂ. കമാൻഡർ സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കണ പോലെ കയറും. ഏതാണ് ഈ ഇബ്ലീസിന്റെ കവാടം? ഒന്നാമത്തത് അൽ ഗളബു, ദേഷ്യപ്പെടലാണ്. ഒരാള് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇബ്ലീസ് ഉടനെ തന്നെ അനുയായികളെയും കൂട്ടിയിട്ട് അയാളുടെ കൽബിലേക്ക് കയറി, പിന്നെ ഗ്ലാസ് എറിയലായി, പ്ലേറ്റ് പൊട്ടിക്കലായി, ഭാര്യനെ തൊലാക്കലായി, സംഘടനാ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കലായി. കണ്ടോ, അതൊക്കെ അതിന്റെ പാർട്ടാണ്. എന്തെല്ലാം ഇയാൾ ചെയ്യുന്നത് ഇയാൾക്ക് എന്നെ തിരിയൂല. അതിന് ഗസാലി ഇമാം ഇഹിയിൽ അടിപൊളി ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു കുട്ടീന്റെ കയ്യിൽ ഒരു ബോള് കിട്ടുന്ന പോലെയാണ്. ബോള് കുട്ടി മുകളിലേക്ക് എറിഞ്ഞാൽ കുട്ടീന്റെ കയ്യിലേക്ക് തന്നെ വരും, താഴേക്ക് എറിഞ്ഞാലും വരും, ഈ ചുമരിലേക്ക് എറിഞ്ഞാലും ബോൾ ഇങ്ങോട്ട് തന്നെ വരും. ബോള് പറയാണ്, എന്നെ ചുമരിനെ തട്ടിച്ചിട്ട് എനിക്ക് വേദനയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോളിന്റെ മുഴുവൻ നിയന്ത്രണവും കുട്ടിക്കാണ്. എന്ന പോലെ ഇയാളുടെ മുഴുവൻ നിയന്ത്രണവും ഇബ്ലീസിനായിരിക്കും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ. ചില ആളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല്, എല്ലാവരും ഇത് വലിയ ഉസ്താദ്മാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നീ എന്താ ദേഷ്യം പിടിക്കുന്നു? അതിന് മൂപ്പര് ആയത്തും ഹദീസൊക്കെ ഓതുന്ന പോലെ തെളിവ് പറയും, ഞാൻ അങ്ങനെയാണെന്ന്. അതെന്നങ്ങനെ എൻ്റെ ഉപ്പയും അങ്ങനെ തന്നെയാണെന്ന് രണ്ടാമത്തെ തെളിവ്. പിന്നെ മരിച്ചുപോയി ഉപ്പാപ്പനെ വിടൂല, ഉപ്പാപ്പയും അങ്ങനെയാണെന്ന് ഉമ്മ അധികം പറയാറുണ്ട്. 3, പൊട്ടത്തരം അഭിമാനാക്കരുത് കേട്ടോ, ദേഷ്യപ്പെടരുത്. ചില ആൾ ഇഫ്താറിന്റെ ഘട്ടത്തിൽ ലൈമിന് തണുപ്പില്ലെങ്കിലും ഭാര്യനോട് ചൂടാവും. എന്തിനാണ് നോമ്പ് വെച്ചത്?
എന്തപ്പോ അതിന്റെ താല്പര്യം? വൽ കാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ അടക്കി പിടിക്കണം. തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സീനിയറായ ലീഡറാണ് മൂസ എന്ന് പറയുന്ന മഹാൻ. അവരാരോടും ദേഷ്യം പിടിക്കാത്തതുകൊണ്ടാണ് മൂസൽ കാലിം എന്ന് പേര് വന്നതെന്ന് റളിയല്ലാഹു അൻഹു അൽ ബിദായത്തു വൻ നിഹായയിൽ കാണാം. ആരോടും ദേഷ്യം പിടിക്കൂല. നമ്മൾ അങ്ങനെയാവേണ്ടത്, ആരോടും ദേഷ്യപ്പെടും. 4-5 തവണ ഒരാളെ ഫോൺ വിളിച്ചു, കിട്ടിയിട്ടില്ല. അപ്പൊ 6ാമത് വോയിസ് അയക്കുമ്പോൾ, ഹബീബി ഞാൻ നിങ്ങളെ ഫോൺ വിളിച്ചിരുന്നു, തിരക്കിലായിരിക്കും, അറിഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാതിരിക്കൂല എന്നറിയാം, ഒന്ന് മിസ് കോള് കണ്ടാല് തിരിച്ചു വിളിക്കണേ. എന്ത് രസമുണ്ട്. ഇതിനാണ് നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത്, നമ്മളെ ഒന്ന് ഉടച്ച് വാർക്കാൻ. അങ്ങനെ നമുക്ക് ഏത് കാര്യവും 2-3 രൂപത്തിൽ പറയാൻ പറ്റും. അതിൽ ഏറ്റവും സോഫ്റ്റ് ആയ കോർണറിലാണ് നമ്മൾ എപ്പോഴും പറയേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അല്യനന്നാസ് വർഫഖന്നാസ്, സോഫ്റ്റ് ആയ ആളാണ്. നമ്മളെ ജീവിതമേ സോഫ്റ്റ് ആവണം. റമദാൻ അല്ലാത്തൊരു കാലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, സ്നാക്സ് വിതരണം ചെയ്യുന്നുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് വിതരണം ചെയ്യുക. ഒരു ശബ്ദ കോലാഹലങ്ങളില്ലാതെ, പ്രഭാഷണത്തിനോ ദുആ സമ്മേളനത്തിനോ ഒരഭംഗിയും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആ പരിപാടിയൊക്കെ നടത്തേണ്ടത്. കണ്ടോ, അങ്ങനെയാണ്. അല്ലാതെ എടുക്കോ ഈ ജഗബോഗ്യൊന്നും ഇസ്ലാമല്ല ശരിക്കും പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരത്തുള്ള ഒരാളെ എങ്ങനെയാ വിളിക്കുക? ഒന്നുകിൽ തങ്ങൾ തന്നെ അയാളുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരാളെ വിട്ടിട്ട് പറയും, ആ അബ്ദുല്ലാനൊന്ന് വിളിച്ചാട്ടെ. ഒച്ചപ്പാടുകളില്ലാത്ത മദീന. ഈ കൾച്ചറാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരേണ്ടത്. ഒരു ഗ്ലാസ് നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നതും ശബ്ദം കുറച്ചിട്ടായിരിക്കണം. അപ്പൊ ബാത്റൂമിന്റെ ആണെങ്കിലും ബെഡ്റൂമിന്റെ ആണെങ്കിലും കാറിന്റെ ആണെങ്കിലും ഡോറൊക്കെ അടക്കുന്നത് മെല്ലെയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം ശരിക്കും ക്ലിക്കായിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയൻസ് മുഴുവനും വാട്ട് ഇസ് എ ഡേ ഓഫ് ടുഡേ? സൺഡേ, ദെൻ മൺഡേ, ട്യൂസ്ഡേ, ഒരു വെനസ്ഡേ വരെ നിങ്ങളൊക്കെ കാറിന്റെ ഡോർ അടക്കുന്നത് അടയൂല. ഉസ്താദിന്റെ ക്ലാസ്സിന് ശേഷം ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ പതിയെ നമ്മുടെ ലൈഫിലേക്ക് ഒരു സോഫ്റ്റ്നെസ് രൂപപ്പെടും. അങ്ങനെയാ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും തുറച്ചു നോക്കാറില്ല. ആരെയും ഇന്ന് വരെ ഒരാളെയും തുറച്ചു നോക്കിയിട്ടില്ല. ഒരാളെ കണ്ണെപ്പോഴും ഒരു ഇങ്ങനെ താഴേക്കുള്ള ഒരു നോട്ടം. ജസ്റ്റ് ഒരാളെയും എന്താ പറയാ തുറച്ചു നോക്കണ പരിപാടിയില്ല. നമ്മളൊക്കെ നാട്ടിൽ കാണുന്നില്ലേ, ഒരാളെങ്ങാനും മസ്ബൂക്കായാലും എല്ലാവരും നോക്കും. അയാൾക്ക് തന്നെ തോന്നും എന്റെ തുണിക്കെന്തോ ഓട്ടയാറ്റുണ്ട്, ഇതെന്താ എല്ലാവരും പാടെ നോക്കണം. മൗലിദിന്റെ സദസ്സിലെങ്ങാനും ഒരാൾ പകുതിക്ക് ആയാസമാനം മല്ലീദിന്റെ ഘട്ടത്തിലെങ്ങാനും വന്നാല് നേരത്തെ വന്ന ആൾക്ക് ചില ആളുടെ നോട്ടത്തിൽ 2 കിഡ്നിയും ഫെയിലായി പോകും. വളരെ വൃത്തികേടാണ്. സ്വലാത്തും ദിക്റൊന്നും കൊണ്ട് നടന്നാ പോരാ, ലൈഫിൽ തഖല്ലഖു, ഈ കൾച്ചർ രൂപപ്പെടണം. അതാണ് മഹബത്തിന്റെ കാതലെന്ന് ശറഹു സ്വലാത്തി സുഗ്റ എന്ന ഗ്രന്ഥത്തിൽ ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചിലർക്കത് പ്രകൃതിയാ കിട്ടും, ചിലര് നേടിയെടുക്കണമെന്നാണ് ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നത്. നമ്മളെ സ്വഭാവം നന്നാക്കാൻ 3 മാർഗങ്ങളാണ് മനാഹിജുൽ അഖ്ലാഖു സനിയ നിർദ്ദേശിക്കുന്നത്. അഥവാ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാം ഫാക്കിഹി റഹിമഹുള്ളയുടെ കിതാബാണ്. 1, അർത്ഥം അറിഞ്ഞ ദിക്റില്ല, ചൊല്ലുന്ന ദിക്റിന്റെ ഒക്കെ അർത്ഥം അറിഞ്ഞ് മര്യാദകൾ പാലിച്ചിട്ട് ചൊല്ലുക, അതിന്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് ചൊല്ലുക. 2, ഇമാം ഗസാലി റഹിമഹുള്ളയുടെ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് മുതാലയ്യ. അറിയാത്തവരാണെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് അതൊന്ന് ദർസിൽ ഇരുന്ന് പഠിക്കുക. തഖസ്സുസിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ക്ലാസ്സിൽ, കാമിൽ സഖാഫിക്ക് പഠിക്കുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ പ്രിയപ്പെട്ട ചെർഷോൽ ഉസ്താദാണ് നമ്മുടെ ക്ലാസ് ഉസ്താദ്. അന്ന് ഉസ്താദ് തന്ന വസിയത്ത് ഇടക്കിടെ മിൻഹാജുൽ ആബിദീൻ മുതാലയാണെന്ന്. അത് വല്ലാത്ത മൂർച്ചയുള്ള അക്ഷരങ്ങളാണ്. ഗസാലി ഇമാം വല്ലാത്തൊരു മുവഫഖാണ്. ഗസാലി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ മിൻഹാജുൽ ആബിദീൻ വല്ലാത്ത ശക്തിയുള്ള പദങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. 3-മത്തെ നമ്മുടെ സ്വഭാവം ശരിയാവാൻ നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടണം. ചൂടന്മാരോടൊപ്പം കൂട്ടുകൂടരുത്. ദേഷ്യം പിടിക്കുന്നവരോടൊപ്പം അല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ ഒരാളെ കൂട്ടുകാരനാക്കേണ്ടതിന്റെ മാനദണ്ഡം ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ട്. നീ അവനെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കണം.
അയാളുടെ സംസാരവും അയാളുടെ ഇടപെടലുകളും എപ്പോഴും നിനക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതാ വേണ്ടത്. അതാണ് കൂട്ടുകാരന്റെ മാനദണ്ഡം. പുതിയ റെസ്റ്റോറന്റും ഒരു മന്തി കഴിച്ചിന് മദ് ലാസിം, ഇതല്ല നമ്മുടെ കൂട്ടുകാരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഉഖ്റവിയായ ചിന്ത തരുന്ന ആശയങ്ങൾ, അതാണ് ഒരു കൂട്ടുകാരന്റെ മാനദണ്ഡമാക്കേണ്ടത്. ഞാൻ വിഷയത്തുനിന്ന് മാറുന്നില്ല. അപ്പൊ ഒന്നാമത്തത് കവാടം, ദേഷ്യം പിടിക്കുന്നതിന്റെ കവാടമെങ്ങാനും ഓപ്പണായി കിട്ടിയാൽ ഇബ്ലീസും സൈന്യവും കയറി പറ്റും. പിന്നെ അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വരുന്ന്. പിന്നെ ഏത് മാസം, റമദാനല്ലേ, ഏത് മാസത്തിലായാലും ഈ വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ. ദേഷ്യം പിടിക്കരുത് ആരോടും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഈ ദേഷ്യം പിടിച്ചിട്ട് എന്താ ചെയ്യണത്. ദേഷ്യം പിടിച്ചിനോന്ന് ആർക്കും മനസ്സിലാവരുത് എന്നാണ് വൽക്കാലിമീനൽ ഗൈൽ എന്റെ താല്പര്യം. ഞാൻ ദേഷ്യം പിടിക്കരുത് എന്നുള്ള വയത് കേട്ടോണ്ട് ഞാൻ ഒന്ന് ചെയ്യുന്ന അങ്ങനല്ല. ദേഷ്യം പിടിച്ചിനോന്ന് തന്നെ ആർക്കും മനസ്സിലാവാൻ പാടില്ല എന്ന് ആർക്കും മനസ്സിലാവും. ശരിക്കും ഈ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തെറ്റേതാ? എല്ലാ രാത്രിയും അവലോകന മീറ്റിംഗ് ഉണ്ടാവും ഇബ്ലീസ് സൈന്യത്തിനെ കൂട്ടിയിട്ട്. നീ എന്താ ചെയ്യിപ്പിച്ചത്? എന്ത്? ഒരാളെ കൊണ്ട് കള്ളു പിടിപ്പിച്ചു. വല്ല കാര്യം രാവിലെ തന്നെ സൂട്ടും കോട്ടുമായിട്ട് ഇറങ്ങിയിട്ട് കള്ളു എടുത്ത് പോയതായിരിക്കും. നീ എന്താ ചെയ്ത? എന്ത്? വ്യഭിചരിപ്പിച്ചു. വല്ല കാര്യം. നീയോ? മോശം. എന്ത്? ജ്വല്ലറിയാ. ഈ എന്ത്? ഒരാളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ത്വലാഖ് ലഭിച്ച് തെറ്റിപ്പിച്ചു. യെസ്, യു ഹാവ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടതാണ് ബന്ധം തെറ്റിക്കല്. ബന്ധം തെറ്റിക്കരുത്. ബന്ധം തെറ്റിക്കുക, ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് ഏറ്റവും ദേഷ്യം. മസ്ലഹത്തിന് ഇത്രയും കൂലി കിട്ടാനുള്ള കാരണം തന്നെ എന്താ? രണ്ട് മുഅ്മിനീങ്ങൾ ബന്ധമുണ്ടായാൽ ഖൈറുകൾ അവിടെ ഒരുപാട് നടക്കും. അതുകൊണ്ടാണ് വിവാഹത്തിന് സഹായിച്ചാൽ ഏറ്റവും കൂടുതൽ കൂലി ഓഫർ ചെയ്യപ്പെടുന്നത്. അൽ-അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖ്യാറിൽ ഷെഹ്റാനി ഇമാം പറയുന്നുണ്ട്. ഏപ്രിൽ 5-ന് ദേവർഷോൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടക്കുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടെ പരിപാടി നടക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയ ഹൈറായിരിക്കും എന്നിടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധം തെറ്റിക്കരുത്. ശരിക്കും ഇബ്ലീസിന് ഡ്യൂട്ടി ഓവർ ആയതുകൊണ്ട് തന്നെ ജിന്ന് വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റാഫ് ഉണ്ടാവുക, മനുഷ്യരിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പെരുന്നാൾ സീസണൊക്കെ ആയാൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ കുറച്ചാളെ അധികം സ്റ്റാഫാക്കും ഡ്രസ്സ് മടക്കി വെക്കാൻ, അല്ലേ? അതാണ് മിനൽ ജിന്നത്തി. അറിയില്ലേ? ആയത്തറിയില്ലേ? മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരും ഉണ്ടാവും ബന്ധം തെറ്റിക്കുക. നമ്മൾ ഒരു വോയിസും ഒരാളുമായി ബന്ധം തെറ്റിക്കുന്ന ഒന്നും നമ്മൾ മിണ്ടരുത്. ഇപ്പൊ നാട്ടിൽ ഒരു ത്വലാഖ് കടന്നു, അതെന്താ കാരണം? നമ്മൾ അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അവര് കമ്മിറ്റിന്ന് പോയി, അതുകൊണ്ട് നമുക്ക് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതെ ജീവിക്കാൻ പറ്റണം. ബന്ധം തെറ്റുന്ന ഒരു വർത്താനം പറയരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബത്തിനോട് കൊടുത്ത ഉപദേശങ്ങൾ ആരെ കുറിച്ച് എനിക്ക് നെഗറ്റീവ് പറഞ്ഞു തരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞെന്നാൽ പിന്നെ അയാളെ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് എൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുക. അത് വേണ്ട. എനിക്ക് എല്ലാവരെയും നല്ല തെളിഞ്ഞ മനസ്സോടെ കാണണം, അതാണ് എനിക്കിഷ്ടം. കണ്ടോ? അതാണ് ഒരാളെയും ബന്ധം തെറ്റി. മനുഷ്യനിലും ഉണ്ടാവും ഇബ്ലീസിന്റെ പണിയെടുക്കുന്നവർ. മിനൽ ജിന്നത്തി വന്നാസ്. അത് ചിലപ്പം ഇണയായിരിക്കും. ഇണ ഭർത്താവ് തെറ്റിനനുസരിച്ച് ഭാര്യ കൂട്ടുവെക്കരുത്. ആ തെറ്റ് തിരുത്തി കൊടുക്കുക വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു ഭാര്യക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. കരുണയുടെ 10-ൽ കരുണ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഉള്ള ഏറ്റവും നല്ല ഓഫറാണ് ഉമ്മമാരെ. ആരാണ് ആ പെണ്ണ്? ഖാമത്ത്. ആ പെണ്ണ് രാത്രി തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റു, എന്നിട്ട് ഭർത്താവിനെയും കൂടി വിളിക്കുകയാണ്. ഇത് തഹജ്ജുദിൽ മാത്രം ഖാസായ കാര്യമൊന്നുമല്ല കേട്ടോ. ത്വീബി ഇമാമിന്റെ വാക്ക് ഈ ഹദീസ് വിശദീകരണത്തിൽ ഫൈലുൽ ഖദീറിൽ അത് കാണാൻ പറ്റും. ഏത് ഇബാദത്തും ഭർത്താവും കൂടി ചെയ്യണം എന്നാ ഭാര്യ വിചാരിക്കേണ്ടത്. അല്ലാതെ ഭർത്താവ് ചെയ്യുന്ന തെറ്റിന് കൂട്ടുവെക്കല്ല വേണ്ടത്. അങ്ങനെ കൂട്ടു നിന്നാൽ അവർക്കാണ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, അബൂലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീലയാവും എന്ന ദുർഗതിയാണ് അവർക്കുണ്ടാവുക.
ശരിക്ക് ഈ സൂറത്ത് ഇറങ്ങുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താന്ന് പറഞ്ഞാൽ, ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് വളരെ രഹസ്യമായി ആരംഭിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാൻദിർ അശീറത്തകൽ അഖറബീൻ, തങ്ങളുടെ കുടുംബത്തെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തി വിഷയം ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി തങ്ങളങ്ങ് വയലു പറയാൻ തുടങ്ങി. അപ്പൊ അബൂലഹബ് തങ്ങൾക്കെതിരെ ആക്ഷേപമായിട്ട് വന്നു. ഓരോ ഗോത്രത്തെ ഓരോ ഗ്രൂപ്പിന് ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അബൂലഹബ് ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നത്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, എന്താ മീറ്റിങ്ങിന്റെ അജണ്ട എല്ലാം പുറത്ത് ആദ്യം പറയണമെന്നൊന്നുമില്ല. ചില മീറ്റിങ്ങിൽ ഫിസിക്കലി വന്നിട്ട് പറയേണ്ട അജണ്ടകളൊക്കെ ഉണ്ടാവും. എന്തിനാ വിളിക്കുന്നത്. ഫഹദർ അൻ തകൂന അബാലഹബ്. അബൂലഹബ് ഒരു പേര്, ഒരു വ്യക്തിയുടെ പേരല്ല. നമ്മൾ ഓരോരുത്തരും അബൂലഹബ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ വായിക്കാൻ പറ്റും. അബൂലഹബിന്റെ മെയിൻ പ്രശ്നം എന്താ? അബൂലഹബിന് നന്നാവാനുള്ള 10 സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, റസൂലുള്ളാഹിന്റെ കുടുംബം, നല്ല മക്കള്, നല്ല സമ്പത്ത്, നല്ല ഭാര്യ, ഇങ്ങനെ 10 കാര്യങ്ങൾ എണ്ണി വെക്കുന്നുണ്ട് മുഫസ്സിറുകൾ. എന്നിട്ടും ഈ ചാൻസ് ഈ ചങ്ങായി ഉപയോഗിക്കാതെ കെട്ടുപോയ ആളാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചു. അപ്പൊ നബവിയായ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓൻ അബൂലഹബാവും. നബിയുടെ ഗുണമുള്ള ഏതൊക്കെ ഗുണങ്ങളുണ്ടോ ഇൽമിന്റെ അഹ്ലുകാർ, നബി തങ്ങളുടെ ഗുണമാണ് കാന അലമന്നാസ്, സ്വതക്ക നന്നായി ചെയ്യുന്ന പ്രമാണിമാർ, കാന അജ്വദന്നാസ്. ഇൽമിന്റെ അഹ്ലുകാരെ അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുന്നവരെ, ദുനിയാവിനോട് താല്പര്യമില്ലാതെ ഉഹ്റവിയായ ചിന്തകളിൽ നടക്കുന്നവരെ ആക്ഷേപിച്ചാൽ ഫഹ്ദർ അൻ തകൂന അബാലഹബ്, നീയും അബൂലഹബായി മാറും. നമ്മളൊക്കെ അബൂലഹബാവുന്നുണ്ടോ എന്ന് പേടിക്കണം. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. കുറെ ഉസ്താദുമാരുമായിട്ട് കൂടുതൽ ഇടപെട്ട് കാലം കഴിയുമ്പോൾ ഉസ്താദുമാരെ വില അങ്ങനെ നഷ്ടപ്പെടും. മനസ്സെന്ന് പേടിക്കണം. ഇന്ന ഷാനിയൊക്കെ ഹുവല്ലബുത്തർന്ന, നബിയെ തങ്ങൾ ആക്ഷേപിച്ചോന്റെ അഡ്രസ് ഉണ്ടാവില്ല. ആസുബിന് വായിലാണ് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആൺമക്കളൊക്കെ വഫാത്തായപ്പോ അഡ്രസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ട്രോൾ ചെയ്തു. അയാൾക്ക് അഡ്രസ് ഇല്ല. ലോകം മുഴുവനും തങ്ങന്മാരെ കൊണ്ട് നിറഞ്ഞു. തങ്ങൾക്കുള്ള അഡ്രസ് കൊടുത്തു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നബി തങ്ങളുടെ ഗുണമുള്ള ആരാക്ഷേപിച്ചാലും ഓനിക്കും അഡ്രസ് ഉണ്ടാവില്ല. എല്ലാം വഹാബിയായിട്ട് ഈ ചങ്ങായി മരിച്ചു. മക്കൾ മൊത്തം വഹാബി, അതുകൊണ്ട് ആരും അഡ്രസ്സും ഉണ്ടാവില്ല, ഒരു ദുആ ഉണ്ടാവില്ല, ഒരു തൽഖീനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മിണ്ടാതിരുന്നോളണം. നമ്മളെ നാവുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലൊക്കെ കയറി ഇടപെടാനൊന്നും പറ്റൂല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഫഹദർ അൻ തകൂന അബാലഹബ്, അബൂലഹബാവുന്നത് പേടിക്കണം. നബവിയായ ഗുണമുള്ള ഒരാളെയും നമ്മൾ തൊടരുത്. എല്ലാ മനുഷ്യന്മാർക്കും നബിയുടെ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടാവും. മിണ്ടാണ്ടെന്നാ മതി. ആ പരിപാടി കമ്മിക്കും. ഈ അബൂലഹബ് ഈ തെറ്റൊക്കെ ചെയ്തപ്പോ ഉമ്മു ജമീലക്ക് മാറി നിന്ന് ഞാൻ ഇതിനൊന്നും ഇല്ലാന്ന് പറയാമായിരുന്നു. പക്ഷേ ഉമ്മു ജമീല അതിന് നിൽക്കാതെ അബൂലഹബിന്റെ കൂടെ കൂടി. അതുകൊണ്ടാണ് ഓന്റെ കെട്ടിയോൾ എന്ന പ്രയോഗം നടത്തിയത്. ശരിക്ക് നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അബൂലഹബിന്റെ കുഞ്ഞത്തലമോ, ഓന്റെ ഒറിജിനൽ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. പിന്നെ ആ ബിംബാരാധനന്റെ ഖുർആൻ നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓന്റെ കുഞ്ഞത്തലമിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോയത് അബൂലഹബ്. അങ്ങനെ അബൂലഹബ് ചങ്ങായിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉമ്മു ജമീല എന്നുള്ള കുഞ്ഞത്തലം തന്നെയാണ് ഈ പെണ്ണിന്റെ പേരും പറയേണ്ടത്. പിന്നെന്താ ഉമ്മു ജമീല എന്ന് പറയാതെ ആൻഡ് ഹിസ് വൈഫ് എന്ന് പ്രയോഗം നടത്തിയത്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇത് ഈ പെണ്ണിനെ ആക്ഷേപിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ആക്ഷേപിക്കുന്ന കോണ്ടെക്സ്റ്റിൽ സൗന്ദര്യവതിയായ പെണ്ണ് എന്ന് പറയുന്നിടത്ത് ഒരു സുഖക്കുറവുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനും എല്ലാം നന്നായി ഓതി പഠിക്കുന്ന അദബുള്ള പ്രിയപ്പെട്ട ആ മോന് തോറ്റിരിക്കുന്നു എന്നാരും പറയും? പറയൂലല്ലോ. വളരെ സൗന്ദര്യവതിയായ പെണ്ണ് അങ്ങനെ പറയൂലല്ലോ. ആ പെണ്ണിനെ ആക്ഷേപിക്കുന്ന കോണ്ടെക്സ്റ്റിൽ ആ പെണ്ണിന്റെ പേര് നല്ല പേര് നമുക്ക് പറയൂല. അതൊരു സാഹിതീയ പ്രയോഗമാണ്. ഇപ്പൊ അതൊന്നും വിശദീകരിക്കാനുള്ള നേരമില്ല. ശരിക്കും ഉമ്മു ജമീലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് തെറ്റിന് കൂട്ടുന്നുള്ളതാണ്. ഭർത്താക്കന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കുക അല്ലാതെ ഓറ് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിക്കല്ല വേണ്ടത്, എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു മുഖദ്ദറായ സുആലുണ്ടാവും. അതൊക്കെ നമുക്ക് നടക്കോന്നോ? ഇതേ ഖുർആൻ തന്നെ നമുക്ക് പരിചയമുള്ള സൂറത്ത് അതാ സൂറത്തു തഹരീം, മുൽക്ക് സൂറത്തിന്റെ തൊട്ട് മുമ്പിലുള്ള സൂറത്താണ്. ആ സൂറത്തിലില്ലേ ലറബല്ലാഹു മസലൻ, ഒരു പെണ്ണുങ്ങളെ ഉദാഹരണം പറഞ്ഞിരുന്നുണ്ട്. ആരാണ് ആ പെണ്ണുങ്ങൾ? ആസിയ ബീവി,
ഫിറൗൻ എല്ലാ തെറ്റിനും മുന്നിൽ നിന്നപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ടേക്കില്ല, ഞാനില്ല, മെഹറം ഇല്ലാണ്ട് ഇങ്ങ് എത്ര ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പോകില്ല, പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. എത്ര പ്രാവശ്യം നിങ്ങളോട് സോഫ്റ്റിൽ പറയേണ്ടത്, ഹറാമിന് കൂട്ടുക്കാൻ ഐ കാൻറ്റ്, എന്നെ കൊണ്ട് കഴിയൂല. ആസിയ ബീവി നെഞ്ചു കൊടന്നില്ലേ, ഫിറൗന് 4 ആണി എടുത്തിട്ട് കാലിനും കൈക്ക് അടിച്ചു കയറ്റി. ഫിറൗന ദില്ലൗത്താത്, ചോര ചിതറിപ്പോയി. അപ്പൊ മഹദി പറഞ്ഞത് റബ്ബി ബിനിലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, സഹിക്കാം, സ്വർഗത്തിൽ നിന്റെ അടുത്തൊരു പോരാ, സ്വർഗത്തിൽ പോരാ കുറേയാൾക്ക് കിട്ടും, അത് പോരാ, നിന്റെ അടുത്ത് വേണം. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനെ പുതിയാപ്പിളയാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് അങ്ങനെ തന്നെ ഒരു വീട് കൊടുത്തത്. അതാണ് ത്രിക്കല്യാണം നടക്കുന്നത്. ഭർത്താവിന്റെ കുടുംബത്തിലെ തെറ്റിന് കൂട്ടുക്കാനൊന്നും നമ്മൾ നിൽക്കരുത്. അങ്ങനെ ചുറ്റുവട്ടത്ത് കുറെ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് നമ്മുടെ നെഞ്ചൂക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ആരെന്ത് ചെയ്താലും നമ്മൾ നെഞ്ചൂക്കോടുകൂടി നെഞ്ചു വിരിച്ച് തെറ്റിനെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. അതല്ലേ നമ്മുടെ ഉസ്താദുമാരുടെ ഏറ്റവും വലിയ പവർ തന്നെ. ഇറങ്ങിപ്പോരുന്ന സമയത്ത് താജുൽ ഉലമ പറഞ്ഞൊരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തി എന്ന് കൻസുൽ ഉലമ ഉസ്താദ് പലപ്പോഴും ദർസിൽ പറയാറുണ്ട്. താജുൽ ഉലമ അന്ന് അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണത്രേ: നിങ്ങൾ ആകപ്പാടെ നമ്മളെ ചെയ്യല് ഇനി വല്ല ഗുണ്ടകളെ അയച്ചിട്ട് കൊല്ലലല്ലേ, അന്ന് മുതലാടോ ജീവിതം തുടങ്ങല്, മരിച്ചത് മുതലാ നമ്മളെ ജീവിതം ശരിക്കും തുടങ്ങണത്. ആ വർത്താനാണ് എൻ്റെ യാത്രയിൽ ഏറ്റവും വലിയ ഇന്ധനമെന്ന് കൻസുൽ ഉലമ ഉസ്താദ് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാ ഇടക്ക് ഒരു ചാഞ്ചാട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് ആരംഭിച്ചപ്പോ നബി കുടുംബത്തിൽ തന്നെ കുറെ ആൾക്കാർ, കാരണവന്മാര്, ഉമ്മ ഉപ്പയുടെ കാരണവന്മാര് ഒക്കെ, അവരൊക്കെ പല പൂജാരികളും മറ്റൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മൊത്തത്തിൽ നമ്മളിൽ നിന്നൊക്കെ മാറി നിന്ന് നടക്കുന്നുണ്ടല്ലോ എന്നൊരു ആക്ഷേപം വന്നിട്ടില്ലേ? തങ്ങൾ എന്ത് ഇതൊക്കെ അവസാനിപ്പിച്ച് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. എന്നാ പിന്നെ അവരുടെ വല്ല പരിപാടിക്കും പീപ്പിളി വാങ്ങാനോ പൊരി വാങ്ങാനോ പോയിട്ടുണ്ടോ? എത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി, ഹിമ്മത്തോടു കൂടി നിന്നിട്ടുണ്ട് തങ്ങൾ. 25-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് മിസ് കോളോ വാട്സപ്പോ ഇൻസ്റ്റയോ ഹായ് മെസ്സേജോ ചിത്രത്തിലില്ല. ഏറ്റവും സൗന്ദര്യമുള്ള നേതാവിന്റെ ചുറ്റുവട്ടത്ത് എത്ര സുന്ദരികൾ ഉണ്ടാകും? എന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ വീണിനോ? ഇല്ല. 63 കൊല്ലത്തെ ജീവിതം, ഈ ദുന്യവ്യായ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോ എത്ര കാലായി ഓറിയന്റലിസ്റ്റുകാർ ലെൻസ് ഇട്ടിട്ട് പരുതുന്നത്? ഭാര്യനെ ചവിട്ടിയത്, കുത്തിയത്, നുള്ളിയത്, വീട്ടിൽ നിന്നുള്ള പീഡനം, ഗാർഹിക പീഡനം, എന്തെങ്കിലും ഒരു കമന്റ് വർത്താനുണ്ടോ? എത്ര കാലായി ഓറിയന്റലിസ്റ്റുകാർ പരുതുന്നത്? കിട്ടിയോ? കിട്ടൂലല്ലോ, കിട്ടൂല, ഇല്ലല്ലോ. ഷേഖ് അബീ ത്വാലിബില് 3 കൊല്ലം അല്ലേ, 3 കൊല്ലം, 3 വർഷം പച്ചില തിന്നിട്ട് സ്വഹാബത്തും തങ്ങളും ജീവിച്ചത്. പച്ച ഇല ആട് കാഷ്ടിക്കണ പോലെ കാഷ്ടിച്ചു എന്നാ സ്വഹാബത്തിന്റെ ചിത്രത്തിന്റെ ബാക്കി ഭാഗം. ആട് കാഷ്ടിക്കണ അത്രയും തിന്നാനില്ലാത്തോണ്ട്. എന്നിട്ട് ആ 3 കൊല്ലം അങ്ങനെ തളർന്നുകൊണ്ട് ഈ പ്രസ്ഥാനമൊക്കെ നിർത്തിവെക്കലായി എന്ന് വിചാരിച്ചോ? ഇല്ല. നിവർന്നിട്ട് തന്നെയാണ് തങ്ങൾ നടന്നത്, നിവർന്നിട്ട് തന്നെയാണ് നടന്നത്. ബദർ, അപ്പുറത്തെ പക്ഷത്ത് ഒട്ടകങ്ങൾ ഇങ്ങനെ അറുത്ത് ഇറച്ചി ഇങ്ങനെ വിതരണം ചെയ്ത് കള്ളാറിൽ തത്തിക്കുളിച്ച് അർദ്ധനഗ്നയായ സ്ത്രീകളുടെ നൃത്തം കണ്ട് അതിൽ ആസ്വദിച്ചിട്ട് വരുന്ന ഒരു സൈന്യം, ഇപ്പുറത്തൊരു കാരക്ക കിട്ടിയാൽ ഒന്ന് ഭേദം എന്ന് വിചാരിക്കുന്ന സൈന്യം, പാവങ്ങൾ. എന്നിട്ട് തങ്ങൾ തളർന്നു? ഇല്ലല്ലോ. ഉഹദ് 70 ഇഷ്ടക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഹംസ റളിയല്ലാഹുവിനെ ചാട്ടൂളി എറിഞ്ഞിട്ടാ കൊന്നേക്കണം. ഹംസ റളിയല്ലാഹു പെടഞ്ഞു വീണപ്പോ ശത്രുക്കൾ ഓടിപ്പോയിട്ട് കയ്യും കാലും ചവിട്ടി, അത്ര പെടയാൻ പോലും വിട്ടിട്ടില്ല. വലിയ ഈർച്ചവാളെടുത്തിട്ട് കഴുത്തിറക്കുകയും ആ കഴുത്ത് മുതൽ പൊക്കിള് വരെ വലിച്ചു കീറും ചെയ്തില്ലേ. 2 കൈ ഇട്ടിട്ട് വലിച്ചു കീറിയില്ലേ. എന്നിട്ട് കൈയിട്ടിട്ടല്ലേ കരൾ ചവച്ച് തുപ്പിയത്. കരഞ്ഞു പോയിട്ടുണ്ട് കുറെ. യാ ഹംസ യാ അമ്മൽ മുസ്തഫ, എന്റെ ഇളയപ്പാൻ തന്നെയാ വിളിക്കണത്. യാ കാശിഫൽ കുർബാത്ത്, എനിക്ക് സർവ്വ പ്രശ്നവും വന്നാ പരിഹരിച്ചിരുന്ന ആളല്ലേ എന്ന് വിതുമ്പി പോയിട്ടുണ്ട്. എന്നിട്ടും നിവർന്നിട്ടും നെഞ്ചൂക്കോടും തന്നെയാ തങ്ങൾ നിന്നത്, തളർന്നിട്ടൊന്നുമില്ല. ഇല്ല. അങ്ങനെ ഹിജാബ് ആരെങ്കിലും കളിയാക്കുമ്പോഴേക്ക് അഴിച്ചു വെക്കേണ്ട തുണിക്കഷ്ണത്തിന്റെ പേരല്ലല്ലോ മോളെ, അല്ലല്ലോ. നമ്മൾ നെഞ്ചൂക്കോടെ തന്നെ നിൽക്കണം. നമ്മൾ പഠിച്ച ദീൻ അതാര് എങ്ങനെ എതിർത്താലും നമ്മൾ നെഞ്ചൂക്കോടെ നിൽക്കണം. ഏതലീക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിനെന്തിനാ നമ്മൾ കേൾക്കണത്? ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി, മഹബത്ത് ഹൃദയത്തുണ്ടെങ്കിൽ മഹബത്തിന്റെ അതേ കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടാവും, അത് ചെവിക്കൂറ്റിയിൽ വെച്ചാൽ മതി എന്നാ വെറുതെ പറയണത്. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി, അവനെ കേൾക്കൂലല്ലോ. ഖന്തക്കില് തങ്ങളെ ഒന്നും തിന്നാനില്ലാത്തോണ്ട്
ഇതാ കല്ല് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ 2 കല്ല് കെട്ടിയിട്ട് അമർത്തി വെച്ചു ആയിരുന്നു. എന്നിട്ടും തങ്ങള് ഇരുന്നിട്ടില്ല, നിൽക്കുക തന്നെ ചെയ്തത്. ഞാൻ ഇരുന്നാൽ, ഞാൻ ഇരുന്ന് പ്രസംഗിച്ചാൽ എന്ന് സുൽത്താൻ ഉൽമ പലപ്പോഴും ചിന്തിക്കുന്നത് അനുയായികളുടെ ഒരു ശക്തിക്ക് കൂടിയാണ്. ഞാൻ ഇരിക്കേണ്ട ആളല്ല, ഞാൻ നിൽക്കണം. അതാണ് കണ്ടോ, നിന്നു. ഖന്തക്കിലും നിന്നു. അതിന്റെ ഇടയിൽ ജാബർ നാൻ വന്നിട്ട് പറഞ്ഞു, ആരോട് പറയണ്ട, ഒരു 2-3 ആൾക്ക് കുറച്ചൊരു ഫുഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ നേതാവ് സ്റ്റേജിന്റെ വേക്ക് പോയിട്ട് ഷവർമ വന്നിട്ട് ടിഷ്യൂ കൊണ്ട് തോർത്തിയിട്ട് കുശല്ലി ഇരുന്നിട്ടില്ല. സഹാബത്തിനോട്, വരി മക്കളെ, അനുയായികളിൽ മറക്കൂല ലീഡർ. ദ ലീഡർ മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദു ഹിമമി, ഹിമ്മത്തോടെ നെഞ്ചുകൂടെ നിന്നാളുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നമ്മൾ തളരരുത്. നമ്മൾ തീച്ചൂളയിൽ മുളച്ചവരാണ്. ഇതിനേക്കാൾ പ്രതിസന്ധികളെ അതിജയിച്ചിട്ടാണ് നമ്മുടെ ഉലമാ ഈ നാടുകാണിയെ പച്ച പിടിപ്പിച്ചത്. അപ്പോൾ പിന്നെ അനുയായികൾ തളർന്നാലോ? ഹുസൈന് സൈക്കോ? തളരരുത്. മദീനയിൽ ഭയങ്കര സുഖം എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. മദീന യഥാർത്ഥത്തിൽ ജൂതന്മാര് കുറേയേറെ ഉണ്ടായിരുന്ന ഒരു നാടാണ്. പൊതുവിൽ ഖുറൈശിയാക്കൾക്ക് വിവരങ്ങൾ കുറവാണ്, അവര് ഉമ്മിയാണ്, അവര് വിവരങ്ങളില്ലാത്തവരാണ്, ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവര് തങ്ങളെ കാത്തിരുന്നത്. ചോദ്യങ്ങൾ വരും എന്നതുകൊണ്ട് പ്രഭാഷകൻ മുങ്ങിയിട്ടില്ല. ചോദ്യത്തെ നെഞ്ചുകൂടെ തന്നെ നേരിടാൻ തന്നെയാണ് മദീനയിൽ ത്വലാൽ ബദറുമായിട്ട് സ്വീകരണം ഏറ്റുവാങ്ങിയത്. ചോദ്യം ചോദിച്ചേ എമ്മാതിരി ചോദ്യങ്ങളാ. ചോദ്യം തന്നെ ഇതുവരെ ആരും കേൾക്കാത്ത ചോദ്യങ്ങൾ. ഉത്തരമല്ല, ചോദ്യം തന്നെ ആരും കേട്ടിട്ടില്ല. ഇസ്കന്ദർ രാജാവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചപ്പോ അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ കുറിച്ച് മണിയായി ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ, നുബുവത്തിന്റെ ചുണ്ടുകൊണ്ട്. ഒരു കുട്ടി ഗർഭാശയത്തിലെത്തിയാൽ ആണാവുന്നത് എങ്ങനെ, പെണ്ണാവുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മുട്ടിയോ ഉത്തരം? ഇല്ലല്ലോ. അപ്പൊ നെഞ്ചൂക്ക് നമുക്കുണ്ടാവും. ആരെങ്കിലും തെറ്റ് ചെയ്ത കൂടെ നിൽക്കാനല്ല നമ്മൾ. അതിനാണ് നമുക്ക് ഹിമ്മത്ത് എന്ന് പറയാ? അല്ല, ആര് തെറ്റ് ചെയ്താലും അതിന് നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് കഴിയും. അത് എതിർക്കാൻ ആ നാട്ടിൽ നിന്ന് നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ നീ അവിടുന്ന് മാറണം. അതാണ് അതിൻ്റെ ഒരു ശരി. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ദേഷ്യപ്പെടരുത്. ഉസ്താദ് എന്നെ കൊണ്ട് ആവുന്നില്ല, ഈ ഹിമ്മത്തിന്റെ ഇത്രയും വർത്തമാനങ്ങൾ കേട്ടിട്ട് ആവുന്നില്ല. ആവണല്ലോ, ദേഷ്യം പിടിക്കരുത്. അലി റളിയല്ലാഹു അൻഹു ഒരാളെ അടിമച്ചക്കനെ വിളിച്ചു. ഈ ചരിത്രം ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസിഫാത്ത്, ആ കിതാബ് ചിത്താരി ഉസ്താദിന്റെ അടുത്തുനിന്ന് നോക്കിയത്. ഉസ്താദ് തന്ന കിതാബായിരുന്നു, ഉസ്താദിന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുത്തു. ആ കിതാബിലുണ്ട്, PDF അവൈലബിൾ ആണ്. ആ കിതാബ് ഉസ്താദിന്റെ അടുത്ത് കോപ്പി ഉണ്ടായിരുന്നു. ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസിഫാത്ത്, റാസി ഇമാമാണ് മുസന്നിഫ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അടിമച്ചക്കനെ വിളിച്ചു, കേട്ടിട്ടും പോയിട്ടില്ല. രണ്ടാമതും വിളിച്ചു, പോയില്ല. മൂന്നാമതും വിളിച്ചു, ഇല്ല. നാലാമത് വിളിച്ച അടുത്ത് പോയിട്ടു. അപ്പൊ അലി റളിയല്ലാഹു ചോദിച്ചു, ഞാൻ വിളിച്ചത് കേട്ടില്ലായിരുന്നു? കേട്ടില്ലേ? പിന്നെ എന്തേ വിളിക്കുത്തരം നൽകാതിരുന്നത്? അത് നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ നോക്കിയതാണ്. നമ്മൾ എന്തായിരിക്കും പുറത്തെടുക്കുക? അലി റളിയല്ലാഹു പുറത്തെടുത്തത് അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു മോനെ. ആ ബ്രേക്കിന്റെ പേരാണ് മുത്തഖി. അതാവാൻ ആകപ്പാടെ നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വാർപ്പിക്കണം. മതി, ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ദേഷ്യമൊക്കെ വരുന്നത്. എന്നോടെങ്ങനെ പറഞ്ഞാൽ ഈ ചിന്ത ഒന്നും വേണ്ട, തുടച്ചങ്ങോട്ട് വാർക്കണം. മതി. ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ പറയാൻ വിചാരിച്ച ആദ്യത്തെ വാക്ക് വേണ്ടെന്ന് വെക്കുക. രണ്ടാമത് പറയാൻ വിചാരിച്ച കമന്റും ക്ലോസ് ചെയ്യുക. മൂന്നാമത് പറയാൻ വിചാരിച്ചത് പറഞ്ഞാൽ മതി. അപ്പൊ പിന്നെ അത്ര കണ്ട് ഊർജ്ജം ഉണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല. ഇന്നോവ ക്രിസ്റ്റ എടുത്തു പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ റോങ് സൈഡിൽ വന്നു, ഭാര്യയും മക്കളും പിന്നെ അങ്ങോട്ട് തട്ടി തലയൊക്കെ വേദനിച്ച്. ആദ്യം പറയാൻ പോകുന്നത് വേണ്ട, രണ്ടാമത് പറയാൻ പോകുന്നത് വേണ്ട, മൂന്നാമത്തത് ഇക്കൊക്കെ എന്തേലും ആയോ? ഒന്നായില്ലല്ലോ, ശരി പോവാം. അത് നമുക്ക് അത്ര കണ്ട് എളുപ്പമൊന്നുമല്ല, പക്ഷെ നമുക്ക് ആവണം. അതിലേക്ക് എത്തിക്കാനാണ് അള്ളാഹു നമ്മളെ നോമ്പെടുപ്പിക്കുന്നത്. ലഅല്ലകും തത്തഖൂൻ, മുത്തഖിയാരാണെന്ന്. വൽ കാദിമീനൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ്. അല്ലാതെ ഞാനില്ലാണ്ടായിപ്പോയി ആ മീറ്റിങ്ങിൽ എന്നാ ഒന്ന് വിളിക്കലല്ലേ, ഇതൊക്കെ ഉള്ളിൽ പിശാച് മുട്ടയിട്ടത് ഇങ്ങനെ വിരിയുന്നതിന്റെ കുറെ ഉദാഹരണങ്ങളാണ്. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. രണ്ടാമത്തത് ഇബ്ലീസിന്റെ കവാടം, ഡോർ. അതേതാ? അൽ ഹസദ്, അസൂയ. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അസൂയ നമ്മളിലേക്ക് വന്നാൽ ഖൽബിന്റെ പ്രകാശം അങ്ങ് നഷ്ടപ്പെടും. ഒരാളുടെ ഖൈർ നമ്മൾ കാണൂല.
കൽബിന്റെ പ്രകാശം കെട്ടുപോകും. പിശാജിന്റെ എല്ലാ ചതിയെയും തിരുത്തണമെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ കൽബിൽ വേണം. ആ കൽബിലുള്ള ലൈറ്റ് നഷ്ടപ്പെടും അസൂയ വന്നാൽ. ആരോട് നമുക്ക് അസൂയ പറ്റൂല, ആരും. അസൂയ എന്ന് പറയുന്ന രോഗം മൂർച്ഛിച്ചാൽ ഈമാനില്ലാതെ മരണത്തിലേക്ക് എത്തുമെന്നാണ് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആർക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ, സന്തോഷം, വളരട്ടെ, സന്തോഷം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലും തളർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. എന്തിനും നമ്മള് ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഉസ്താദ് നല്ല ഭക്ഷണം, ആരാ പാചകം ചെയ്ത്? വൈഫ് തന്നെ. എന്നാ പിന്നെ ഇത് വൈഫിനോട് പോയിട്ട് പറയണം എന്നാ വസാലിമ പറയണത്. നിനക്ക് കൽബിൽ അസൂയ ഇല്ലെങ്കിൽ പോയി പറയണം. അത് പറഞ്ഞാൽ ശരിയാവില്ല ഉസ്താദ്. എന്ന് വെച്ചാല് പിന്നെ കേൾക്കാൻ കഴിയില്ല, 2-3 ദിവസം നടക്കൂല. പറയണം, പോയിട്ട് പറയണം, ശരിക്കും പറയാ വേണ്ടത്. നമ്മളെ വർത്തമാനം സോഫ്റ്റ്നെസ് ഉണ്ട്, അസൂയ ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും ജീവിക്കുക. ഇനി ഉമ്മമാരോട് നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കോ, നോമുസായി ബാത്തു, നിങ്ങളോടാ പറയുന്നത് കേട്ടോ. ഈ ഭർത്താവിനൊക്കെ ഫോൺ വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കും, ഒന്നുകൂടി സോഫ്റ്റിൽ സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വരുമോ, എന്തേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ആക്കുന്നുണ്ട്, കാത്തിരിക്കാൻ വരണേ, ഇൻഷാ അല്ലാഹ്. ആ ഭർത്താവിന് വരണമെന്ന് തോന്നും. കറന്റ് അവൈലബിൾ ടിക്കറ്റ് ഉണ്ടോ നോക്കും കാര്യത്തിൽ. പക്ഷെ ചില ഭാര്യമാര് വിളിക്കലെന്നെ, ഹലോ ഇങ്ങ വരോ ഇല്ലയോ, എന്താടാ അങ്ങനെ, കാത്തിക്കണോ വേണ്ടിയോന്ന്. ഭർത്താവ് പറഞ്ഞു, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം. ഇതെന്താ ഗുണ്ടയാ ഇങ്ങനെ ചോദിക്കല്? ഇതങ്ങനെ ഭയങ്കര കോമഡി ഒന്നും അല്ലല്ലോ. എന്നിട്ട് നമുക്ക് എന്താ ചിരി വരുന്നത്? ഈ അനുഭവങ്ങൾ പറയുമ്പോ ചിരി വരും. ഭയങ്കര കോമഡി ഒന്നും അതിന്റെ അക്സഹായത്തിലേക്ക് എത്തിയില്ലല്ലോ, എന്നിട്ട് നമുക്ക് ചിരി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്ന് ഫുഡ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ തോന്നും വരാം, ഭക്ഷണം കഴിക്കാതെ വരാം. പക്ഷെ ചോദിക്കൽ എങ്ങനെ പലപ്പോഴും, ഫുഡ് വേണോ വേണ്ടിയോ, അതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയാക്കാന്ന് എന്നെ കൊണ്ടാവില്ല, മടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടെന്നെ പറയുമല്ല, വേണ്ടെന്നല്ലേ പറയുള്ളൂ. എണീറ്റോളി. അസൂയ പറ്റില്ല, ഒരാളോട് നമുക്ക് അസൂയ പറ്റില്ല. അസൂയ എന്നുള്ളത് നമ്മുടെ കൽബിൽ വരുമ്പോഴാണ് നമ്മുടെ കൽബിന് അന്ധത ബാധിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 3ാമത്തെ ഡോർ, വയറ് നിറച്ച് ഫുഡ് കഴിക്കൽ. അത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഡോറെങ്ങാനും ഓക്കെ ആണെങ്കിൽ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമായി ഓവർ ഫുഡ് കഴിക്കൽ. അവിടെ വസാലിമാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വലൗകാന ഹലാലൻ സ്വാഫിയൻ. ഹലാൽ തന്നെയാണെങ്കിലും അത് മൗലിദിന്റെ ഭക്ഷണ ഉസ്താദ്. ചില ആള് ന്യായം പറയാം, ഉസ്താദിന്റെ ബർക്കത്താകുമ്പോ അധികം കഴിക്കണോ. ബർക്കത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും ബർക്കത്തിൽ ഭയങ്കര വിശ്വാസം. ബർക്കത്തില്ല എന്നൊന്നുമല്ല പറയണത് കേട്ടോ. ഫുഡ് ഓവറായിട്ട് കഴിക്കരുത്. ഓവറായി ഫുഡ് കഴിച്ചാൽ വരുന്ന ദുരന്തങ്ങൾ 5. 1, ആഖിറത്തെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അയാളുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെടും. 2, അയാൾ ഏത് വഴല് കേട്ടാലും ഫലം ഉണ്ടാവില്ല. 3, മനുഷ്യരോടുള്ള കരുണ അയാൾക്ക് നഷ്ടപ്പെടും. കാരണം അയാൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് വിശപ്പടക്കി എന്നാണ് വിചാരിക്കുക. ആരും പട്ടിണിയിലാണെന്ന് വിചാരിക്കൂല. അയാൾക്ക് കരുണ ഉണ്ടാവില്ല. 4, അയാൾ ആരോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല. ഒരാളോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല. മൂപ്പരുടെ വയലിന്, ഉപദേശത്തിന്, വോയിസിന്, വർത്തമാനത്തിന് മക്കൾക്കും അനുയായികൾക്കും ഗ്രൂപ്പിലുള്ളവർക്കൊന്നും കേൾക്കാൻ തോന്നൂല. വയറ് നിറച്ച്. 5ാമത്തെ പ്രശ്നം, ഇബാദത്തിന് മടി വരുന്ന ശരീരമായിരിക്കും മൂപ്പരുടെ ശരീരം.